ജപ്പാനില് പുതിയ കരിക്കുലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലാണ് ട്ടോ. അങ്ങനെ നീണ്ട 6 മാസത്തെ കാത്തിരിപ്പിന് ശേഷം എന്റെ മോൻക്ക് ജാപ്പനീസ് കിൻഡർ ഗാർഡനിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കിൻഡർ ഗാർഡനിലേക്ക് പോകുമ്പോൾ ബാഗ്, വാട്ടർ ബോട്ടിൽ മാത്രമല്ല 2-3 ടവൽസ്, ടൂത്ത് ബ്രഷ്, ഇൻഡോർ ഷൂസ്, ഡയപ്പേഴ്സ്, 2-3 ഡ്രസ്സസ്, എന്തിന് ബെഡ് അടക്കം അവിടെ കൊണ്ടുപോകണം. ഓരോ ഐറ്റംസിന്റെ മുകളിലും അവരുടെ പേര് എഴുതിയിട്ടുണ്ടാവും. പിന്നെ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ മാർക്ക് ഉണ്ടാവും. പല ഐറ്റംസ് ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടിയത് ഹെലികോപ്റ്റർ ആയിരുന്നു. അപ്പോൾ ബെഡും ടവലും യൂണിഫോമും ക്യാപ്പും അങ്ങനെ എല്ലാ ഐറ്റംസിന്റെ മുകളിലും ഈ ഹെലികോപ്റ്ററും പേരും എഴുതിയിട്ടുണ്ടാവണം. പിന്നെ ക്ലാസ്സിനകത്തും ഇവരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവരുടേതായ സ്പേസ് ഉണ്ടാവും. ഇവിടെ മെയിൻ ആയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ഡിസിപ്ലിൻ ആണ്. ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ഷൂസ് മാറ്റി ഇൻഡോർ ഷൂസ് ധരിക്കുക, സ്വന്തം സാധനങ്ങൾ നീറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ഗുഡ് ഹാബിറ്റുകളാണ് അവിടെ മെയിൻ ആയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഫുഡും അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട, പാല്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ലഞ്ച് കൊടുക്കുന്നുണ്ട്, സ്നാക്സ് കൊടുക്കുന്നുണ്ട്. ബട്ട് ചിക്കൻ ഒന്നും ഹലാലല്ല. പിന്നെ ലഞ്ചിൽ പോർക്കൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.